എല്ലാവർക്കും മോട്ടോ സ്ട്രൈക്കർ എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്നിവിടെ ഫോട്ടോ എഡിറ്റിങ്ങിൻ്റെ വീഡിയോ ആണ് ചെയ്യുന്നത്. അതിനായിട്ട് സ്നാപ്സീഡ് എന്ന ആപ്പ് ഓപ്പൺ ചെയ്ത് ഒരു ഫോട്ടോ ഇമ്പോർട്ട് ചെയ്യുക. അതിനുശേഷം സെലക്ട് ടൂൾ ഉപയോഗിച്ച് ബാക്ക്ഗ്രൗണ്ടിൻ്റെ ബ്രൈറ്റ്നസ് അല്പം കുറയ്ക്കുക. അതിനുശേഷം ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ ബ്രൈറ്റ്നസ്സും കോൺട്രാസ്റ്റും കൂട്ടുക. ഒബ്ജക്റ്റിൻ്റെ എല്ലാ ഭാഗത്തും കോൺട്രാസ്റ്റ് അല്പം കൂട്ടുക. അതിനുശേഷം സ്കിന്നിൻ്റെ എല്ലാ ഭാഗവും സെലക്ട് ചെയ്ത് ബ്രൈറ്റ്നസ് അല്പം കൂട്ടുക. അടുത്തതായി ഷെയറിൻ്റെ ഓപ്ഷൻ പിതുക്കി ഫോട്ടോ എക്സ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ എക്സ്പോർട്ട് ചെയ്ത ഫോട്ടോയെ ലൈറ്റ്റൂം എന്ന ആപ്പിൽ ഇമ്പോർട്ട് ചെയ്യുക. അതിനുശേഷം എഡിറ്റിൻ്റെ ഓപ്ഷനിൽ പോയി ലൈറ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കോൺട്രാസ്റ്റ് അല്പം കൂട്ടുക, ഹൈലൈറ്റ്സ് അല്പം കുറയ്ക്കുക, ഷാഡോസും ഫോട്ടോയ്ക്കനുസരിച്ച് കുറയ്ക്കുക, വൈറ്റ്സ് ഫുള്ളും കുറയ്ക്കുക, ബ്ലാക്ക്സ് ഒരല്പം കുറയ്ക്കുക. അടുത്തതായി കളറിൻ്റെ ഓപ്ഷൻ സെലക്ട് ചെയ്ത് ആരോ മാർക്ക് കാണുന്നവിടെ ക്ലിക്ക് ചെയ്തിട്ട് യെല്ലോ കളർ സെലക്ട് ചെയ്ത് സാച്ചുറേഷൻ ഫുള്ളും കുറയ്ക്കുക. അതിനുശേഷം ഗ്രീൻ കളറിൽ ക്ലിക്ക് ചെയ്ത് സാച്ചുറേഷൻ ഫുള്ളും കൂട്ടുക. അടുത്തതായി ബ്ലൂ സെലക്ട് ചെയ്തിട്ട് സാച്ചുറേഷൻ ഫുള്ളും കുറയ്ക്കുക. റെഡ് സെലക്ട് ചെയ്തിട്ട് സാച്ചുറേഷൻ അല്പം കൂട്ടുക. അടുത്തതായി മാസ്കിങ്ങിൻ്റെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ബ്രഷ് ടൂൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം ആ ബ്ലൂ വരുന്ന സ്ഥലത്ത് ബ്രഷ് ചെയ്യുക. ബ്രഷ് ചെയ്തതിന് ശേഷം ആ കളറിൻ്റെ ഓപ്ഷൻ സെലക്ട് ചെയ്ത് സാച്ചുറേഷൻ ഫുള്ളും കൂട്ടുക. അതേപോലെ തന്നെ ബൈക്കിൻ്റെ സ്റ്റമ്പിലും ബ്രഷ് ചെയ്തിട്ട് സാച്ചുറേഷൻ കൂട്ടുക. അടുത്തതായി മാസ്കിങ്ങിൻ്റെ ഓപ്ഷൻ സെലക്ട് ചെയ്ത് ലീനിയർ ഗ്രേഡിയൻ്റ് എന്ന് സെലക്ട് ചെയ്യുക. അതിനെ ഫോട്ടോയുടെ 4 സൈഡും വച്ചിട്ട് ലൈറ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ഫസ്റ്റത്തെ ഓപ്ഷൻ അല്പം കുറയ്ക്കുക. അടുത്തതായി ഷെയർ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് എക്സ്പോർട്ട് അസ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ഫോട്ടോ എക്സ്പോർട്ട് ആവുന്നതാണ്.